ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു വിചിത്രമായ മാന്ത്രിക ജീവിയായിരുന്നു. ഒരു വൈകുന്നേരം അവൻ രഹസ്യമായി ഒരു ഗ്ലാസ് റെഡ് വൈനിലേക്ക് തുപ്പുകയും അതിലേക്ക് തന്റെ ഒരു മുടിയിഴ ഇടുകയും ചെയ്തു. ആ മന്ത്രം കലർന്ന പാനീയത്തിന് ഒരു പ്രത്യേക ഫലമുണ്ടായിരുന്നു. അത് കുടിക്കുന്നവർ ആ മുടിയുടെ ഉടമയോട് അസാധാരണമാംവിധം ആകൃഷ്ടരാകും. റെസ്റ്റോറന്റിലൂടെ പാനീയങ്ങളുമായി നടക്കുമ്പോൾ അവൻ അബദ്ധത്തിൽ ഒരു വെയിറ്റസിനെ തട്ടി. അവളുടെ മുടിയിഴകളിലൊന്ന് ഒരു ഗ്ലാസിലേക്ക് വീണു. പക്ഷെ അവൻ അത് ശ്രദ്ധിച്ചില്ല. പാനീയങ്ങൾ സൗജന്യമായിരുന്നതുകൊണ്ട് അതിഥികൾ സംശയമൊന്നുമില്ലാതെ അത് ആസ്വദിച്ചു കുടിച്ചു. അവർ പാനീയം കുടിച്ചു തീർക്കുന്നത് കണ്ട് മാന്ത്രികൻ തൃപ്തിയോടെ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ ആ മാന്ത്രിക പ്രഭാവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു അതിഥി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം പ്രതിബിംബത്തിൽ പൂർണ്ണമായും ആകൃഷ്ടനായി. അയാൾക്ക് ലഭിച്ച ഗ്ലാസ്സിലുണ്ടായിരുന്നത് അയാളുടെ തന്നെ മുടിയായിരുന്നു. അതിനിടയിൽ ഡ്രൂ എന്നൊരാൾ റെസ്റ്റോറന്റിലേക്ക് കടന്നുവന്നു. വെയിറ്റസിനെ കണ്ട നിമിഷം അയാൾക്ക് അവളോടൊരു പ്രത്യേക ആകർഷണം തോന്നുകയും അവളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുറിയുടെ മറുവശത്ത് പച്ചനിറമുള്ള തൊലിയുള്ള റോസ് എന്നയാൾക്ക് തന്റെ സുഹൃത്ത് ഏഡിയുടെ ഭാര്യയായ റോസയോട് പെട്ടെന്ന് വലിയ ആകർഷണം തോന്നി. ഈ അപ്രതീക്ഷിത ശ്രദ്ധയിൽ പരിഭ്രമിച്ച റോസ വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി. ആ സമയത്താണ് ജൂലിയറ്റ് എത്തിയത്. അവൾ കുടിച്ച പാനീയത്തിൽ റോസിന്റെ ഒരു മുടിയിഴയുണ്ടായിരുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. പെട്ടെന്നുതന്നെ അവൾക്ക് റോസിനോട് അസാധാരണമായ താൽപര്യം തോന്നി. അത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഇതെല്ലാം കണ്ട് മാന്ത്രിക ജീവിക്ക് തന്റെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ എഡി അപ്രതീക്ഷിതമായി ജൂലിയറ്റിനോട് ആകൃഷ്ടനാവുകയും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ റോസയുടെ അടുത്ത സുഹൃത്തായ ജൂലിയറ്റിന് അവന്റെ പെരുമാറ്റം വിചിത്രമായി തോന്നിയതുകൊണ്ട് അവൾ മാന്യമായി ഒഴിഞ്ഞുമാറി. ഡെലൈൻ എന്നയാൾ കൂടിയെത്തിയതോടെ സാഹചര്യം കൂടുതൽ വഷളായി. അയാൾക്ക് എഡിയുമായി സമയം ചെലവഴിക്കാൻ വലിയ താൽപര്യം തോന്നി. അപ്പോൾ റോസ തിരികെ വരികയും എല്ലാവരും അർത്ഥമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് കാണുകയും ചെയ്തു. ഓരോരുത്തരായി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയും എല്ലാവരെയും എന്തോ വിചിത്രമായ കാര്യം ബാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്തു. റെസ്റ്റോറന്റ് മുഴുവൻ തെറ്റിദ്ധാരണകളും വിചിത്രമായ സംഭാഷണങ്ങളും അപ്രതീക്ഷിത ആകർഷണങ്ങളും കൊണ്ട് നിറഞ്ഞു. എല്ലാവരെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച റോസ ഒരു പ്രധാന കാര്യം തിരിച്ചറിഞ്ഞു. തലേദിവസം രാത്രി സൗജന്യമായി നൽകിയ വൈൻ കുടിക്കാത്ത ഒരേയൊരാൾ അവൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം വിചിത്രമായി പെരുമാറുമ്പോൾ അവൾക്ക് മാത്രം കാര്യങ്ങൾ വ്യക്തമായി ചിന്തിക്കാൻ കഴിഞ്ഞത്.